ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു സ്പെഷ്യൽ ഇൻഫർമേഷനാണ്. കാരണം ഈ ഒരു RBI അപ്രൂവ്ഡ് NBFCയിൽ നിന്നും സിബിൽ തീരെ കുറവുള്ളവർക്കും സിബിലുള്ളവർക്കും സാലറി ഉള്ളവർക്കും സാലറി ഇല്ലാത്തവർക്കും എല്ലാ രീതിയിലുള്ള ലോൺ ഈ ഒരു ആപ്പിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു 10-25 പേരെങ്കിലും ഈ ഒരു ആപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് ഇങ്ങനെ ചെയ്ത ലോൺ കിട്ടും, ഇതും മറ്റു കാര്യങ്ങളോ മറ്റ് ഹിഡൻ ചാർജസോ ഒന്നുമില്ല, അങ്ങനെ നിങ്ങളിലൊരു 25-30 പേര് പറയുന്ന സമയത്ത് മാത്രമാണ് ഞാനൊരു ആപ്പിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ആപ്പ് ഞാൻ ചെയ്ത് നോക്കുന്നതും. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കി, എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏകദേശം 5,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് നിങ്ങൾക്ക് ലോൺ എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുക, എടുത്തുചാടി ചെയ്യരുത്. അപ്പോൾ ഇതൊരു RBI അപ്രൂവ്ഡ് NBFC ആണ്. 50% പേർക്കെങ്കിലും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ലോൺ കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളുടെ മൊബൈലിൽ നിന്ന് ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. മറ്റേതെങ്കിലും നമ്പറിൽ നിന്നും നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് OTP എൻ്റർ ചെയ്യും. അപ്പോൾ അത് റിജക്റ്റ് ആവും. കാരണം ഫോണിൻ്റെ IMEI നമ്പറൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ആവശ്യമുള്ളവരാണെങ്കിൽ സ്വന്തം മൊബൈലിൽ നിന്ന് ചെയ്യുക. ഇതെന്നല്ല, ഏത് RBI അപ്രൂവ്ഡ് NBFCയിൽ നിന്ന് ചെയ്താൽ തന്നെയും നിങ്ങൾ സ്വന്തം നമ്പറിൽ തന്നെ, അതായത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ നമ്പറിൽ നിന്ന് മാത്രം ചെയ്യുക, മറ്റ് നമ്പറിലൊന്നും ചെയ്യാതിരിക്കുക. അത് അവർക്ക് കൂടെ ഒരു ഇഷ്യൂ ആകും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ പേര്, യുവ ഫിനാൻസ് അല്ലെങ്കിൽ യുവരാജ് ഫിൻസർവ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഞാനിതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് കാരണം സിബിലുള്ളവർക്ക് എനിക്കിപ്പോൾ ആവറേജ് സിബിൽ സ്കോറാണ്. ഞാൻ നമ്മുടെ 2-3 സബ്സ്ക്രൈബേഴ്സിനും നമ്മളെക്കുറിച്ച് സുഹൃത്തുക്കൾക്കും എല്ലാം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അവർക്ക് 3,000, 5,000, 7,000 അങ്ങനെ പല രീതിയിലും ലോൺ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്കിപ്പോൾ ഒബ്ലിഗേഷൻസ് കൂടുതലാണ്. കാരണം വരവിനെക്കാട്ടിയും കൂടുതൽ ചിലവ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മിക്ക ആപ്പിൽ നിന്നും ഇപ്പോൾ എനിക്ക് കുറച്ച് എമൗണ്ട് കിട്ടുന്നത്. അപ്പം ഇത് വേറെ ഒന്നുമില്ല, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക, ആധാർ കാർഡ്, പാൻ കാർഡ്, സെൽഫി, ഇത്രയും മാത്രമേ ഉള്ളൂ. ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. അത് നമ്മളിലുള്ള സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ കംപ്ലീറ്റ് ഫാമിലി ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ നെയിം, മദർ നെയിം, എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടർ നെയിം, ഗ്യാരണ്ടർ ഫോൺ നമ്പർ, നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. നമ്മളുടെ രജിസ്റ്റേർഡ് അഡ്രസ് ഡീറ്റെയിൽസ് ആസ് പെർ ആധാർ അനുസരിച്ചുള്ള നമ്പർ കൊടുക്കുക. ഇവിടെ കറണ്ട് അക്കൗണ്ട് കൊടുക്കരുത്, നിങ്ങളുടെ ആധാർ നമ്പർ തന്നെ കൊടുക്കണം. ആധാർ കാർഡിലുള്ള നമ്പർ തന്നെ, അഡ്രസ്സ് തന്നെ കൊടുക്കണം. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മന്ത്ലി ഇൻകം, പാൻ നമ്പർ, അതുപോലെ തന്നെ 12 ഡിജിറ്റ്സ് ആധാർ നമ്പർ, ഈ ഡീറ്റെയിൽസ് മുഴുവനും ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും മറ്റു കാര്യങ്ങളുമെല്ലാം ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. കൺഫേം ബാങ്ക് അക്കൗണ്ട് ഓപ്ഷൻ കൊടുക്കുക. ഇനി നമ്മളുടെ ആധാർ കാർഡും പാൻ കാർഡും സെൽഫിയും, ഇത്ര മാത്രമേ ഉള്ള സ്റ്റെപ്പ്. ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ്, പാൻ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ്, സെൽഫി. ഇതാണ് എനിക്ക് കിട്ടിയ ലോൺ എമൗണ്ട്, 3,000 രൂപ. 3,000 രൂപ എടുത്താൽ എനിക്ക് തിരിച്ചടയ്ക്കാനുള്ളത് 4,550 ആണ്. 2,329 2 EMI ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലാണ്. അതാണ് ഞാൻ പറയുന്നത്, ആരും ലോൺ എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നിൽക്കരുത്. എന്തെങ്കിലും എമർജൻസി പർപ്പസിന്, ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ്, അല്ലെങ്കിൽ സ്കൂൾ ഫീസ്, എക്സാമിനേഷൻ ഫീസ്, അങ്ങനെയുള്ള അത്യാവശ്യം വളരെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ വളരെ ഇഷ്യൂ ഉണ്ടാകും. ഇതാണ് നമുക്ക് കിട്ടിയ ലോൺ എമൗണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ കിട്ടിയ എമൗണ്ട് 3,000, സർവീസ് ഫീ 559, കൺവിൻസ് ഫീ 585, GST 18% 206 രൂപ, ഇൻട്രസ്റ്റ് 200, എല്ലാം കൂടെ കൂട്ടി ഡ്യൂ എമൗണ്ട് വന്നിരിക്കുന്നത് 4,550 ആണ്. പേയ്മെൻറ്റ് ഷെഡ്യൂൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. 2,329 രൂപ ഫസ്റ്റ് മാസവും, അതേപോലെ തന്നെ 2,221 രൂപ സെക്കൻഡ് മാസം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 25,000 രൂപ വരെ കിട്ടും. ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത 1,000 രൂപയാണ്. എൻ്റെ എലിജിബിലിറ്റി എനിക്ക് തന്നിരിക്കുന്നത് 3,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 3,000 രൂപ എടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്.
പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് സിബിൽ കുറവുള്ളവർക്കും എന്താ പറയുന്നത് കൂട്ടാൻ നമുക്ക് യൂസ്ഫുൾ ആണ്. 550 സിബിൽ സ്കോറൊക്കെയുള്ള നമ്മുടെ ഒരുവിധമുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമുക്ക് ഈ സിബിൽ സ്കോർ കൂട്ടാൻ വേണ്ടിയുള്ള ആപ്പുകളിലോ അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ആപ്പുകളിലാകുമ്പോൾ നമുക്ക് ക്യാഷും കിട്ടും. അത് ക്ലിയർ ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ സിബിൽ സ്കോർ കൂടുകയും ചെയ്യും. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതേപോലെ തന്നെ ഇന്ന് വന്ന ഒരു 3 സബ്സ്ക്രൈബേഴ്സിനെ കോൾ ചെയ്തു, വാട്സപ്പും ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്, സാറേ ട്രൂ ബാലൻസ് നിന്ന് എൻ്റെ ഒരു സുഹൃത്തിന് 75,000 ലോൺ കിട്ടി. അദ്ദേഹം എന്താ പറയുന്നത് സാലറീഡ് അല്ല, സെൽഫ് എംപ്ലോയിഡാണ്. സെൽഫ് എംപ്ലോയ് മീൻസ് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്രൂഫും ഇല്ല. പക്ഷേ ഞാൻ സാലറീഡാണ്, എനിക്ക് 23,000 രൂപ സാലറി ഉണ്ട്, എനിക്ക് 5,000 രൂപ എനിക്ക് കിട്ടിയത്, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ക്രൈറ്റീരിയ മാറ്റി 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരം എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ട്രൂ ബാലൻസ് ഏത് രീതിയാണ്, ഏത് എലിജിബിലിറ്റി വെച്ചാണ് ലോൺ കൊടുക്കുന്നതെന്ന് വെച്ചാൽ സിബിലാണോ ബാങ്കിങ് ആണോ. ചില സമയത്ത് നല്ല പക്ക സിബിലുള്ള ആൾക്കാർക്കും അവർ റിജക്റ്റ് ചെയ്യും. ഓക്കെ, അവർക്ക് തോന്നുന്ന പോലെ ആയിരിക്കും മിക്കവാറും അവർ ലോൺ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ക്രൈറ്റീരിയ ചിലപ്പോൾ ബാങ്കിങ് ആയിരിക്കാം, ചിലപ്പോൾ സിബിൽ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഏരിയ അങ്ങനത്തെ എന്തെങ്കിലും നോക്കിയായിരിക്കും ലോൺ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 75,000 രൂപ കിട്ടിയ സ്ക്രീൻഷോട്ടും മറ്റ് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ വേറൊരു സബ്സ്ക്രൈബറിനും 50,000 രൂപ കിട്ടിയ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ട്രൂ ബാലൻസ് സാധാരണ നമുക്ക് വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നൊന്ന്, നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും റുപ്പി റെഡി, ഫതക് പേ ഇതിൽ നിന്നൊക്കെ കുറച്ച് ക്യാഷ് ചോദിക്കും. 148, 199. അപ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഇത് നിങ്ങൾക്ക് ലോൺ കിട്ടും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ അടയ്ക്കരുത്. കാരണം അത് നിങ്ങളുടെ സിബിൽ പുള്ള് ചെയ്യാൻ വേണ്ടി ലീഗലി അവർ മേടിക്കുന്ന ഫീസാണ്, അല്ലാതെ ലോൺ തരാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഫീസല്ല. നിങ്ങളുടെ ലോൺ റിജക്റ്റ് ആവുന്നെങ്കിൽ ആ ക്യാഷ് പോകും. അപ്പോൾ ഞാനത് സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ ക്യാഷ് അങ്ങനെ ആരും കൊടുക്കുന്നില്ല. കാരണം അത് ലീഗൽ തന്നെയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ലോൺ തരാൻ വേണ്ടിയായിരിക്കും ഇവർ ക്യാഷ് ചോദിക്കുന്നത്, പക്ഷേ അല്ല. അതിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ എഴുതിയിട്ടുണ്ട് ഇത് റീഫണ്ടബിൾ അല്ല എന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സിബിലോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവും, ആ പൈസയും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു കേസ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ കുറച്ച് പേരുടെ ഡൗട്ടുകൾ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് HR സാലറി സ്ലിപ്പ് കൊടുക്കുന്നില്ല, സാലറി സ്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് ലോൺ കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാലറി സ്ലിപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ്, അതായത് നമുക്ക് എങ്ങനെ ടെക്നിക്കലി ലോൺ എടുക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ മറ്റൊരു ചാനലിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എനിക്കെല്ലാം ഈ ഒരു ചാനലിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching my video. Have a nice day.